ഹായ് ഫ്രണ്ട്സ്, രാവിലെ ആയിട്ട് നല്ല മുട്ട മണിയായിട്ട് നമ്മുടെ മണിച്ചേറിന് എത്തിയിട്ടുണ്ടേ. നല്ല സൂപ്പർ നാടൻ വരാലുമായിട്ടോ. പണിയൊന്നും അല്ല കേട്ടോ, വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവന്ന കണ്ട നല്ല ജീവനുള്ള സൂപ്പർ നാടൻ വരാൽ. ഇവനെ നമുക്ക് കറി വെച്ചേക്കാം. പേടിക്കണ്ട കേട്ടോ, ഞാൻ കറി വെച്ച് കൊളാക്കണമൊന്നുമില്ല. പൊണ്ടാട്ടിയും അമ്മയും കൂടെ കേട്ടോ കറി വെക്കാൻ പോണോ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവരാരും ഇത് ക്ലീൻ ചെയ്യല. ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ മക്കളെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ള മീനുകൾ ക്ലീൻ ചെയ്യുന്ന കൂട്ടല്ല. ഇത് കറി വെച്ചവർക്കറിയാം ഇത് ക്ലീൻ ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ട്. ഇത് നാടൻ വരാലാട്ടോ. നമ്മൾ കടകളിൽ നിന്ന് നാടൻ വരാലെന്നും പറഞ്ഞ് മേടിക്കുന്ന കൂട്ടല്ല. ഇത് ചെത്തി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യം കേട്ടോ. ഇത് 2-3 രീതി നമുക്ക് ക്ലീൻ ചെയ്യാൻ കേട്ടോ. നല്ല ഉപ്പിട്ട് കല്ലയിലിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെളുത്ത് കിട്ടും. നല്ല വെളുത്ത് കിട്ടണം, എന്നിട്ടാണ് നമ്മൾ കറി വെക്കാവുള്ളൂ. കണ്ട ഇതുപോലെ ചെത്തി കണ്ട നല്ല സൂപ്പറായിട്ട് ഇരിക്കണം. കണ്ട ഇനി ഇവനെ കറി വെച്ചേക്കാം. നല്ല മൺചട്ടി വെച്ച് അതങ്ങ് ചൂടാകുമ്പോൾ നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതങ്ങ് മൂത്ത് വരുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുക. ഈ കടുകും ഉലുവയും മസ്റ്റാട്ടോ. ചിലവർ ഈ കടുക് ഉലുവ മാത്രമേ ഇടുള്ളൂ, കടുക് ഇടിയല്ല. ഇത് രണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ അതെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല പച്ചമുളക് നീളത്തി അരിഞ്ഞത്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇവനിങ്ങനെ മൂത്ത് വരുമ്പോഴാട്ടോ നമുക്ക് ബ്രൗണിഷ് ഒന്നും ആകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇവനെ അങ്ങ് മൂപ്പിച്ച് റെഡിയായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഒഴിച്ച് ഒരു സാധനം വെച്ചേക്കണം കേട്ടോ. വേറൊന്നുമല്ല കേട്ടോ, മനസ്സിലായ? നല്ല കുടമ്പുളി ഇതുപോലെ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് മൊത്തം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറുകി വരുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ അത് കണ്ട കുറുകി വരും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ തന്നെ എല്ലാവരും കമന്റ് വരും എന്നാ ഉപ്പിടണ്ടേന്ന്. ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ അത് കണ്ട ഇത് ഒറ്റയടിക്ക് കൊണ്ട് മീൻ കഷ്ണം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കരുത്. ഇത് കുറുകി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാവുള്ള. സാധാരണ മീൻ പോലെയല്ലേ, ഇത് പൊടിഞ്ഞു പോകും. കണ്ട ഇങ്ങനെ കുറേശ്ശെ കഷ്ണങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇവനൊന്ന് തിളച്ച് റെഡിയായി കുറുകി ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വേറൊരു സാധനമുണ്ട്, നമ്മുടെ കറിവേപ്പില. ഇത് കണ്ട ഇതുപോലെ നീളത്തിൽ അങ്ങ് വെച്ച് കൊടുക്കണം. നല്ല കറിവേപ്പില. ആ കറിവേപ്പില ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം ഒരു വ്യത്യസ്ത രീതിയിലോട്ടാകും. കണ്ട ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം നല്ല നാടൻ വരാൽ കറി. പേടിക്കണ്ട കേട്ടോ, ഇതെൻ്റെ റെസിപ്പി അല്ല, അമ്മയുടെ റെസിപ്പി ആട്ടോ. ഏതായാലും എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റ് ആണ്. താങ്ക് യു.